this morning God gave me these 5 facts to share with the body of Christ and the rest of the world. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിന്റെ സഭയാം ശരീരത്തോടും മുഴു ലോകത്തോടും പങ്കുവയ്ക്കുവാനായി ഈ ക്രിസ്മസിനോടുള്ള 5 ഘടകങ്ങൾ ദൈവം എനിക്ക് തന്നു. Number 1. ഒന്നാമത്തേത്. Fact number 1. ഒന്നാമത്തേത്, Christmas was the plan of God. ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. In Isaiah chapter 9 verse 6 we read, യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവെഴുത്തിൽ, that is the key words of Christmas. ക്രിസ്മസിന്റെ ഒരു കീ വാചകം എന്ന് പറയുന്നത് അതായിരുന്നു. That was the key prophecy that God gave to the world. ഏറ്റവും മൂർത്തമായ ദൈവത്തിന്റെ ഒരു പ്രവചനം എന്ന് പറയുന്നത് അതായിരുന്നു. In Isaiah chapter 9 verse 6 we read, യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവെഴുത്തിൽ, unto us a child is born, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, and unto us a son is given, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, and the government will be upon his shoulders, ആധിപത്യം അവന്റെ തോളിലിരിക്കും, and he will be called Wonderful Counselor, അവൻ അത്ഭുതമന്ത്രി എന്ന് പേര് വിളിക്കും, Mighty God, വീരനാം ദൈവം, Everlasting Father, നിത്യപിതാവ്, Prince of Peace. സമാധാന പ്രഭു. Even Jesus was born many years ago. God spoke through prophet Isaiah about the birth of Jesus Christ. യേശു ക്രിസ്തുവിന്റെ ജനനത്തിനും അനേക വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്തതാണിത്. This prophecy was about the birth of our Lord Jesus Christ. ഈ പ്രവചനം എന്ന് പറയുന്നത് നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിലാണ്. That's what I told you. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, Christmas was the plan of God. ക്രിസ്മസ് എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. This was not something innovated by a group of religious leaders. ചില മത നേതാക്കന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് കണ്ടുപിടിച്ച ഒരു വസ്തുതയല്ല ക്രിസ്മസ് എന്നുള്ളത്. This was not a law made by the synods of the church. സിനഗോഗിൽ ഇരുന്ന് പടച്ചുകൂട്ടിയ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ക്രിസ്മസ് എന്നുള്ളത്. Christmas was the plan of God. ക്രിസ്മസ് എന്നുള്ളത് ദൈവത്തിന്റെ അനാദിയായ പദ്ധതിയായിരുന്നു. Even before Jesus was born, യേശു ജനിക്കുന്നതിന് മുൻപേ the Holy Spirit speaks through the prophet Isaiah. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരമായി അരുളി ചെയ്തു, Unto us a child is born, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, and unto us a son is given. നമുക്കൊരു മകനെ നൽകപ്പെട്ടിരിക്കുന്നു. His name will be Wonderful Counselor. അത്ഭുതമന്ത്രി എന്നവൻ പേർ വിളിക്കപ്പെടും. This was a prophetic voice from the prophet about the birth of Jesus. യേശുവിന്റെ ജനനത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനിൽ നിന്നും വന്നിരുന്ന ഒരു പ്രവചന സൂക്തമായിരുന്നു അത്. Dear brothers and dear sisters, പ്രിയ സഹോദരാ so സഹോദരി, the first fact we have to know about Christmas, it is the plan of God. ക്രിസ്മസിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ വസ്തുത എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ അനാദിയായ That പദ്ധതിയായിരുന്നു. was the plan of God. അത് ദൈവത്തിന്റെ ഒരു That പദ്ധതിയായിരുന്നു. was the plan of God. അത് ദൈവത്തിന്റെ And പദ്ധതിയായിരുന്നു. the second fact we have to know about Jesus, ക്രിസ്മസിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടുന്ന രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് Christmas was in accordance with the word of God. തിരുവെഴുത്തിൻ പ്രകാരമുള്ള ഒന്നാകുന്നു ക്രിസ്മസ്. Jesus was born in accordance with the word of God. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനായത് തിരുവെഴുത്തുകളുടെ പൂർത്തീകരണമായിട്ടായിരുന്നു. In Micah chapter 5 verse 2 we read, മീഖാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ തിരുവെഴുത്തിൽ, there the Spirit of God speaks through the prophet ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മീഖാ പ്രവാചകനിലൂടെ ഇങ്ങനെ അരുളി ചെയ്യുന്നു, that Jesus will be born in Bethlehem. യേശു ബെത്ലഹേമിൽ ഭൂജാതനാകുമെന്ന്. In the Old Testament prophecies we read, പഴയ നിയമപ്രവചനത്തിൽ നാം ഇങ്ങനെയാണ് a വായിക്കുന്നത്, virgin shall conceive and will give forth a child, ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു ശിശുവിനെ പ്രസവിക്കും, and he should be born in Bethlehem. ആ ശിശു ബെത്ലഹേമിലായിരിക്കും ജനിക്കുക. So that's why Jesus was born in Bethlehem. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ബെത്ലഹേമിൽ ജനിക്കുവാൻ So ഇടവന്നത്. the second fact we have to know about Christmas, ക്രിസ്മസിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടുന്ന രണ്ടാമത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത്, this was in accordance with the word of God. ക്രിസ്തുമസ് എന്നുള്ളത് തിരുവെഴുത്തിൻ പ്രകാരമുള്ള ഒന്നാകുന്നു. There is no religious leaders born like this. ഇതുപോലെ ഒരു മത നേതാവും ഇതുവരെയും ഭൂമിയിൽ ജനിച്ചിട്ടില്ല. No religious books, prophecies about the birth of a savior before that religious leader was born. ഒരു മത നേതാവും ഒരു രക്ഷകൻ ഇപ്രകാരം ജനിക്കുമെന്ന് ഒരു മതപുസ്തകവും ഇത്തരത്തിൽ പ്രവചനം നടത്തിയിട്ടില്ല. Only the birth of Jesus was prophesied by the Spirit of God and by the prophets. യേശുവിന്റെ ജനനത്തെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും തിരുവെഴുത്തും മാത്രമേ ഇപ്രകാരം കൃത്യവും വ്യക്തവുമായ ഒരു പ്രവചനം നടത്തിയിട്ടുള്ളൂ. In the book of Isaiah and in the book of Micah we read about the birth of Jesus Christ. യെശയ്യാ പ്രവാചകനിലൂടെയും മീഖാ പ്രവാചകനിലൂടെയും നാം വായിക്കുന്ന ഒരു പരമാർത്ഥം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ളതാകുന്നു. So the birth of Jesus or Christmas was in accordance with the word of God. യേശുവിന്റെ ജനനവും അതായത് ക്രിസ്മസും തിരുവെഴുത്തിൻ പ്രകാരമുള്ള ഒരു ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. I told you when I say Christmas it simply
means the birth of Jesus. ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ലളിതമായ അർത്ഥം ക്രിസ്തുവിന്റെ ജനനത്തെ It കുറിച്ചുള്ളതാകുന്നു. has nothing to do with the stars, Christmas trees, Santa Claus, or any other cakes. ഒരിക്കലും ക്രിസ്മസ് എന്ന് പറഞ്ഞ നിങ്ങളുടെ ചിന്തയിലേക്ക് ക്രിസ്മസ് ട്രീയോ സാന്താക്ലൂസോ കേക്കോ ഒന്നും കടന്നു വരരുത്. It is about the birth of Jesus. അത് പരിപൂർണമായും ക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിലാകുന്നു. And his birth was in accordance with the word of God. അങ്ങനെയുള്ള യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് തിരുവെഴുത്തിൻ പ്രകാരമുള്ള ഒന്നായിരുന്നു. And thirdly, the third fact about Christmas is ക്രിസ്മസിനെ കുറിച്ചുള്ള മൂന്നാമത്തെ വസ്തുത എന്ന് പറയുന്നത് Christmas is for mankind. ക്രിസ്മസ് മാനവരാശിക്ക് വേണ്ടിയുള്ളതാകുന്നു. It is for mankind. അത് മാനവരാശിക്ക് വേണ്ടിയുള്ളതാകുന്നു. That's why when Jesus was born into this world, അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനായപ്പോൾ in Luke chapter 2 verse 10 and 11 we read, ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10ഉം 11ഉം തിരുവെഴുത്തിൽ, unto us a child is born. നമുക്കൊരു മകൻ ഒരു ശിശു Unto ജനിച്ചിരിക്കുന്നു. you a child is born. നിങ്ങൾക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. Now Jesus is born as a savior of humanity. ഇപ്പോൾ യേശു ജനിച്ചിരിക്കുന്നത് മാനവരാശിയെ ഉദ്ധരിക്കുന്ന ഒരു രക്ഷകനായിട്ടാണ്. In Luke chapter 2, that's what the angels declared to the shepherds. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ ദൂതന്മാർ ആട്ടിടയന്മാർക്ക് വെളിപ്പെടുത്തുന്നത് അതാണ്. Unto you Christ is born for you. നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. A savior is born for mankind. മാനവരാശിക്ക് വേണ്ടി ഒരു രക്ഷകൻ ഭൂജാതനായിരിക്കുന്നു. So Christmas is for mankind. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് എന്ന് പറയുന്നത് മാനവരാശിക്ക് വേണ്ടിയുള്ളതാണ്. Christmas was not something that heaven can celebrate in heaven. സ്വർഗത്തിന് ആഘോഷിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒന്നല്ല ക്രിസ്മസ്. Christmas was not something that the angels could celebrate in heaven every year. ദൂതന്മാർക്ക് ആഘോഷിക്കുവാനായി സ്വർഗം പടച്ചുണ്ടാക്കിയ ഒന്നല്ല ക്രിസ്മസ്. Christmas is given for mankind. ക്രിസ്മസ് മാനവരാശിക്ക് വേണ്ടി നൽകപ്പെട്ടതാണ്. And fourthly, നാലാമതായി Christmas should be published. ക്രിസ്മസ് പരസ്യപ്പെടുത്തിയ ഒന്നാകുന്നു. It should be published. വിളംബരം ചെയ്യപ്പെടണം. It should be declared and published. അത് വിളംബരം ചെയ്യപ്പെടേണ്ടതാണ്, അത് ആഹ്വാനം ചെയ്യപ്പെടേണ്ടതാണ്. The birth of Jesus should be declared around the world. ലോകത്തിന് ചുറ്റുമായി യേശുവിന്റെ ജനനത്തെ കുറിച്ച് വിളംബരം ചെയ്യപ്പെടണം. In Luke chapter 2 verse 10 we read, ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ തിരുവെഴുത്തിൽ, when Jesus was born into this world, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനായപ്പോൾ the angels came down from heaven and declared about the birth of Jesus. സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരുന്ന ദൂതന്മാർ യേശുവിന്റെ ജനനത്തെ കുറിച്ച് ലോകത്തോട് വിളംബരം ചെയ്തു. Christmas is not something that you have to keep in secret in your family. നിന്റെ കുടുംബത്തിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ടുന്ന ഒന്നല്ല യേശുവിന്റെ ജനനം. Christmas is not something that you have to keep within yourself. നിന്നിൽ മാത്രം അടക്കി നിർത്തേണ്ടുന്ന ഒന്നല്ല ക്രിസ്മസ് എന്നുള്ളത്. It has to be proclaimed and declared around your community. നീ അധിവസിക്കുന്ന നിന്റെ സമൂഹത്തിൽ യേശുവിന്റെ ജനനത്തെ കുറിച്ച് നീ ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കണം, You have വിളംബരം to ചെയ്യണം. tell other people about Jesus. യേശുവിനെ കുറിച്ച് നീ മറ്റുള്ളവരോട് പ്രതിപാദിക്കണം. You have to do everything what you can do to declare about Jesus. ലോകത്തോട് ഈ യേശുവിനെ കുറിച്ച് നിനക്ക് പറയാൻ കഴിയാവുന്നതിന് അങ്ങേയറ്റം നീ പറഞ്ഞിരിക്കണം. Heaven used two things to declare about the birth of Jesus. യേശുവിന്റെ ജനനത്തെ കുറിച്ച് ലോകത്തോട് വിളംബരം ചെയ്യുവാൻ ദൈവം 2 കാര്യങ്ങളെ ഉപയോഗിച്ചു. Number 1, he used the angels to go and tell this good news to humanity. ആദ്യമായി ദൈവം ഉപയോഗിച്ചത് ദൂതന്മാരെയായിരുന്നു ഈ സദ്വർത്തമാനം ലോകത്തോട് വിളംബരം ചെയ്യേണ്ടതിന്. The angels came from heaven and declared this good news to the shepherds in Bethlehem. സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൂതന്മാർ ബെത്ലഹേമിലുള്ള ആട്ടിടയന്മാർക്ക് ഈ സദ്വർത്തമാനത്തെ അറിയിച്ചു. The God used the angels to declare this good news to the world. ഈ സദ്വർത്തമാനം ലോകത്തെ അറിയിക്കേണ്ടതിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ആദ്യത്തെ മാധ്യമം ദൂതന്മാരായിരുന്നു. And secondly, God used the stars to declare about the birth of the Savior and the King. രണ്ടാമതായി ദൈവം ഉപയോഗിച്ച മാധ്യമം എന്ന് പറയുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളായിരുന്നു രക്ഷകന്റെയും യേശുവിന്റെയും ജനനത്തെ ലോകത്തിന് വിളംബരം ചെയ്തത്. The wise men came to know about the birth of Jesus through the star they saw at the east. കിഴക്ക് കണ്ട നക്ഷത്രങ്ങളെ മുൻപ്രതിയാണ് വിദ്വാൻമാർ യേശുവിന്റെ ജനനത്തെ കുറിച്ച് അറിയുവാനും അത് കാണുവാനും ഇടവന്നത്. So God used all media to declare the good news about the birth of Jesus Christ. യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള സദ്വർത്തമാനം അറിയിക്കുവാനായി ദൈവം എല്ലാ മാധ്യമങ്ങളെയും തക്ക സമയത്ത് ഉപയോഗിച്ചു. He used the angels to declare the good news. ദൂതന്മാർ ഈ സദ്വർത്തമാനത്തിന്റെ വാഹികളായി തീർന്നു. And also he used the stars to declare the good news to the world. മാത്രമല്ല നക്ഷത്രങ്ങളെ പോലും തന്റെ മകന്റെ ജനനത്തെ ലോകത്തിന് വിളംബരം ചെയ്യുവാൻ
പറയുവാൻ ദൈവം ഉപയോഗിച്ചു. So what does this mean? ഈ പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? Christmas should be published around the world. ലോകത്തിന് ചുറ്റും വിളംബരം ചെയ്യപ്പെടേണ്ടുന്ന ഒന്നായിരിക്കണം ക്രിസ്മസ്. Christmas is not something that you celebrate by yourself. Christmas is something that you have to declare to the world. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നീ സ്വകാര്യമായി ആഘോഷിക്കേണ്ടുന്ന ഒന്നല്ല, മറിച്ച് ലോകത്തോട് ഉച്ചസ്ഥലം ഉദ്ഘോഷിക്കേണ്ടുന്ന ഒന്നാകുന്നു. Tell somebody about this birth of Jesus. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ആരോടെങ്കിലും പറയുക. Tell someone that a savior is born for them. നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുക. Tell them that a savior has come to save them. നിന്നെ രക്ഷിക്കുവാനായി ഒരു രക്ഷകൻ കടന്നു വന്നിരിക്കുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുക. And use all the media to proclaim the good news of the savior. ഈ രക്ഷകന്റെ സദ്വർത്തമാനത്തെക്കുറിച്ച് നിനക്ക് കഴിയാവുന്നിടത്തോളം എല്ലാ മാധ്യമങ്ങളെയും അതിനുവേണ്ടി ഉപയുക്തമാക്കുക. Use all the media to tell them about the savior's birth. ഈ രക്ഷകന്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കേണ്ടതിന് വേണ്ടി കഴിയാവുന്നിടത്തോളം മാധ്യമങ്ങളെ ഉപയോഗിക്കുക. So Christmas is a good news, something that we have to declare to the world, something that we should not keep within ourselves. ഈ ലോകത്തോട് നമുക്ക് വിളിച്ചു പറയുവാനുള്ള സദ്വർത്തമാനങ്ങളിൽ ഏറ്റവും മേത്തരമായത് ക്രിസ്തുവിന്റെ ജനനമാണ്. അതൊരിക്കലും നാം നമ്മിൽ തന്നെ ഒരുക്കി കൂട്ടി സ്വകാര്യമായി അടച്ചു വെക്കേണ്ടുന്ന ഒന്നല്ല. So I taught you 4 things this morning. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ 4 കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞു. Christmas was the plan of God. ക്രിസ്മസ് എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. Christmas was in accordance with the word of God. ക്രിസ്മസ് എന്നുള്ളത് തിരുവെഴുത്തിന്റെ പൂർത്തീകരണമായിരുന്നു. And Christmas is for mankind. ക്രിസ്മസ് എന്നുള്ളത് മാനവരാശിക്ക് വേണ്ടിയുള്ളതാകുന്നു. And fourthly, Christmas should be published and declared in this world. നാലാമതായി ഈ ലോകത്തോട് ഉച്ചസ്ഥലം ഉദ്ഘോഷിക്കേണ്ടുന്ന വിളംബരം ചെയ്യേണ്ടുന്ന ഒന്നാകുന്നു ക്രിസ്മസ്. And fifthly, അഞ്ചാമതായി Christmas is all about Jesus or Christ. ക്രിസ്തുമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ച് മാത്രമുള്ള ഒന്നാകുന്നു. It is not about Santa Claus. അതൊരിക്കലും സാന്താക്ലോസിനെ കുറിച്ചുള്ളതല്ല. It is not about Christmas tree. അത് ക്രിസ്മസ് ട്രീയെ കുറിച്ചുള്ളതല്ല. It is not about giving gifts. സമ്മാനങ്ങൾ കൈമാറുന്ന ഒരു ചടങ്ങല്ലാതെ. It is not about Christmas cakes. അത് ക്രിസ്മസ് കേക്കിൽ അധിഷ്ഠിതമായ ഒന്നല്ല. It is not about Christmas party. അത് ക്രിസ്മസ് ആഘോഷങ്ങളിൽ ബന്ധിക്കപ്പെടേണ്ട ഒന്നല്ല. It is not about Christmas carol. ക്രിസ്മസ് കരോളിൽ തളച്ചിടപ്പെടേണ്ടുന്ന ഒന്നല്ല. It is all about Jesus Christ. അത് ആദിയോടന്തം ക്രിസ്തുവിനെ കുറിച്ച് മാത്രമുള്ള It's ഒന്നാകുന്നു. all about Jesus Christ. അത് യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമുള്ള But ഒന്നാകുന്നു. unfortunately, Christ has been removed from Christmas. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ക്രിസ്തുമസിൽ നിന്നും ക്രിസ്തുവിനെ പുറന്തള്ളിയിരിക്കുന്നു. And Santa Claus has taken the role of Christ in the Christmas parties. ക്രിസ്മസ് പാർട്ടികളിൽ ക്രിസ്തുവിന്റെ സ്ഥാനം ഇപ്പോൾ നിർഭാഗ്യവശാൽ സാന്താക്ലോസ് ഏറ്റെടുത്തിരിക്കുകയാണ്. And Christmas tree has become the big thing, and Christ has been taken away from Christmas. ക്രിസ്മസിൽ നിന്നും ക്രിസ്തുവിനെ ഒരു വശത്തേക്ക് തള്ളി നീക്കിക്കൊണ്ട് ആ സ്ഥാനം നികത്തുവാൻ കടന്നു വന്നിരിക്കുന്ന ക്രിസ്മസ് ട്രീ ആകുന്നു. The gift of salvation has been taken out of Christmas, and some material gifts has taken place of that situation. ക്രിസ്തുമസിന്റെ സന്ദേശത്തിൽ നിന്നും രക്ഷയുടെ സന്തോഷത്തെ എടുത്തു മാറ്റി ചില ഭൗതിക നന്മകൾ നൽകിക്കൊണ്ട് താൽക്കാലികമായ സന്തോഷത്തെ വെച്ച് തൃപ്തിയടയുകയാണ്. The gift of salvation has been taken away. അതിൽ നിന്നും രക്ഷയുടെ സന്തോഷത്തെ എടുത്തു മാറ്റിയിരിക്കുകയാണ്. രക്ഷയുടെ സമ്മാനത്തെ have been taken, and we have replaced the gift of salvation with many other gifts. രക്ഷയുടെ സമ്മാനത്തെ എടുത്തു മാറ്റിക്കൊണ്ട് മറ്റ് താൽക്കാലികമായ ഭൗതിക നന്മകളെ വെച്ചുകൊണ്ട് നാം തൃപ്തിയടയുവാൻ ശ്രമിക്കുകയാണ്. And cakes and parties have taken place. The joy of salvation. രക്ഷയുടെ സന്തോഷത്തിന് പകരമായി കേക്കിനെയും ഭക്ഷണത്തെയും വെച്ചുകൊണ്ട് നാം തൃപ്തിയടയുവാൻ ശ്രമിക്കുകയാണ്. Worship and glorifying Christ has been taken away from our worship. നമ്മുടെ ആരാധനകളിൽ നിന്നും ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ മഹത്വത്തെയും നാം എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. There is no place for Christ in Christmas. നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ക്രിസ്മസ് സീസണിൽ ക്രിസ്തുവിന് യാതൊരു സ്ഥാനവുമില്ല. But let me remind you something this morning. ഇന്ന് പകൽക്കാലം പ്രിയ സഭയെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. Christmas is all about Jesus Christ. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ആദിയോടന്തം ക്രിസ്തു മാത്രമാണ്. It's all about Jesus അതെല്ലാം Christ. ക്രിസ്തുവിനെ കുറിച്ച് മാത്രമുള്ള ഒന്നാകുന്നു. Let me ask 3 questions and close my sermon this morning. ഇന്ന് പകൽക്കാലം ഈ ഒരു 3 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തിന് സമാപ്തി കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. Question number 1. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, How much Christ-centered is our Christmas celebration? നമ്മുടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ എത്രമാത്രം ക്രിസ്തു കേന്ദ്രീകൃതമാണ്? How much Christ-centered is our Christmas celebration? നമ്മുടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ എത്രമാത്രം ക്രിസ്തു കേന്ദ്രീകൃതമാണ്? How much we care for others in this season?
ഈ ഒരു കാലയളവിൽ നാം എത്ര അളവിൽ മറ്റുള്ളവർക്ക് വേണ്ടി കരുതും? Bible says because God so loved the world, he gave his only begotten son for our salvation. കാരണം വേദപുസ്തകം പറയുന്നു ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ഏകജാതനെ നൽകിയെന്ന്. How much we care for other people during this Christmas season. ഈ ക്രിസ്മസ് കാലയളവിൽ നാം നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി എത്രത്തോളം അളവിൽ കരുതും? Christmas was originated because God cared for us. ക്രിസ്മസിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി കരുതിയതിന്റെ കരുതലിൽ നിന്നാണ്. That's why God sent his only begotten son into this world. ആ ഒരൊറ്റ കാരണത്തിന്റെ മുഖാന്തരമായിട്ടാണ് ദൈവം തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. People celebrate that day because God sent his son into this world, because he loved us, cared for us. ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചതും അത്രമാത്രം നമുക്ക് വേണ്ടി കരുതിയതും മുഖാന്തരമായിട്ടാണ് തന്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചത്. അതിന്റെ സ്മരണയായിട്ടാണ് ലോകം ക്രിസ്മസ് ആഘോഷിക്കേണ്ടത്. When you celebrate Christmas, let me ask this question: how much you care for other people? പ്രിയ സഭയെ, നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു കൊള്ളട്ടെ. ഈ ക്രിസ്മസ് കാലയളവിൽ നിങ്ങൾ എത്രമാത്രം മറ്റുള്ളവർക്ക് വേണ്ടി കരുതും? Do you care your neighbor? നീ നിന്റെ അയൽവക്കക്കാരന് വേണ്ടി കരുതിയിട്ടുണ്ടോ? Do you care the people in the streets? ഈ തെരുവിൽ അധിവസിക്കുന്നവർക്ക് വേണ്ടി നീ കരുതിയിട്ടുണ്ടോ? Do you care the people who do not have any food? ഭക്ഷണമില്ലാതെ അലയുന്നവർക്ക് വേണ്ടി നീ അല്പമെങ്കിലും കരുതിയിട്ടുണ്ടോ? Do you care the people in the hospital? ആശുപത്രികളിൽ അഭയം പ്രാപിച്ചവർക്ക് വേണ്ടി നീ കരുതിയിട്ടുണ്ടോ? Do you care for the people in the mental hospital? മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി നീ അല്പമെങ്കിലും കരുതിയിട്ടുണ്ടോ? Do you care for the people who have been affected and rejected and neglected by AIDS? എയ്ഡ്സ് രോഗത്താൽ തള്ളപ്പെട്ട പരിത്യക്തരായ ജനങ്ങൾക്ക് വേണ്ടി നീ അല്പമെങ്കിലും ഈ ക്രിസ്മസ് സീസണിൽ കരുതിയിട്ടുണ്ടോ? Do you care for the orphans in the orphanages? അനാഥാലയങ്ങളിൽ കഴിയുന്ന അനാഥ കുട്ടികൾക്ക് വേണ്ടി നീ കരുതിയിട്ടുണ്ടോ? Do you care for the widows that live nearby your community? നിന്റെ സമൂഹത്തിൽ അധിവസിക്കുന്ന ജീവിതത്തിന്റെ താങ്ങും തണലും നഷ്ടപ്പെട്ട വിധവമാർക്ക് വേണ്ടി നീ കരുതിയിട്ടുണ്ടോ? How much you care for other people during this Christmas season? ഈ ക്രിസ്മസ് കാലയളവിൽ നീ നിന്റെ ചുറ്റുപാടും അധിവസിക്കുന്നവർക്ക് വേണ്ടി എത്രത്തോളം ആഴത്തിൽ കരുതിയിട്ടുണ്ട്? And finally, അവസാനമായി, have you made Christmas known to other people? മറ്റുള്ളവർക്ക് അറിയത്തക്കവണ്ണം നീ ക്രിസ്മസിനെ പരസ്യപ്പെടുത്തിയിട്ടുണ്ടോ? Have you made known Christmas to other people? മറ്റുള്ളവർക്ക് അറിയത്തക്കവണ്ണമുള്ളതാണോ നിന്റെ ക്രിസ്മസ്? Does your neighbor know Jesus the way that you know? നീ അറിഞ്ഞ അളവിൽ നിന്റെ അയൽവക്കക്കാരൻ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ടോ? Does your friend know Jesus the way that you know? നിന്റെ ചങ്ങാതിമാർ നീ അറിഞ്ഞ അളവിൽ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ടോ? Does your family know Christ the way that you know him? നിന്റെ ചാർച്ചക്കാർ ക്രിസ്തുവിനെ നീ അറിഞ്ഞ അളവിൽ അറിഞ്ഞിട്ടുണ്ടോ? Does your community know Jesus the way that you know him? നീ അറിഞ്ഞ അളവിൽ അതേ ആഴത്തിൽ നിന്റെ സമൂഹം ഈ ക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? Do your colleagues know Christ the way that you know Jesus? നീ അറിഞ്ഞ ഈ ക്രിസ്തുവിനെ നിന്റെ സഹപാഠികൾ അറിഞ്ഞിട്ടുണ്ടോ? If not, ഇല്ല എങ്കിൽ it's our responsibility to make him known to those people. അത്തരം അറിയാത്ത ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ്. That's why he has made us Christians. അതുകൊണ്ടാണ് ദൈവം നമ്മളെ ക്രിസ്ത്യാനികളാക്കി രൂപാന്തരപ്പെടുത്തിയത്. That's why he has made us his children. അതുകൊണ്ടാണ് തന്റെ മക്കളാക്കി ദൈവം നമ്മെ തീർത്തത്. If we are not going to do it, നാം അത് ചെയ്യുവാൻ മുതിരുന്നില്ല എങ്കിൽ the world will promote a lie about our Jesus. ഈ ലോകം നമ്മുടെ യേശുവിനെ കുറിച്ച് അപവാദങ്ങളും നുണകളും ദുഷ്പ്രചരണങ്ങളും പരത്തിവിടും. If we won't teach the truth, the world will teach false things about Jesus Christ. സത്യമറിഞ്ഞ നാം ആ സത്യത്തിന് സാക്ഷികളായി ലോകത്തെ പ്രബോധിപ്പിച്ചില്ല എങ്കിൽ ഈ ലോകം തനിക്ക് മെനഞ്ഞതുപോലെ തനിക്ക് ബോധിച്ചതുപോലെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കും. So during this Christmas season, അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് കാലയളവിൽ let us take up this challenge, നമുക്ക് ഈ വെല്ലുവിളി ഏറ്റെടുക്കാം. so that the world can know Jesus through us. നമ്മിലൂടെ ലോകം തിരിച്ചറിയട്ടെ ഈ ക്രിസ്തുവിനെ. So that the world can see the nature, the character of Jesus in us. നമ്മിലൂടെ ക്രിസ്തുവിന്റെ പ്രകൃതത്തെയും സ്വഭാവത്തെയും ലോകം വായിച്ചറിയട്ടെ. So that the world can see Jesus in our church. നമ്മുടെ സഭയിൽ ലോകം ക്രിസ്തുവിനെ ദർശിക്കട്ടെ. Let our Christmas be Christ-centered Christmas. ഈ ക്രിസ്മസ് നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കട്ടെ. Let us care for other people as Jesus cared us. യേശു കർത്താവ് നമുക്ക് വേണ്ടി കരുതിയതുപോലെ നാം നമ്മുടെ സമശിഷ്ടങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ക്രിസ്മസ് ആയിരിക്കട്ടെ. During this Christmas season, let someone know a Savior is born for them
in this world. ഈ ക്രിസ്മസ് കാലയളവിൽ ചിലർക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന പരമാർത്ഥം അവർ അറിയുവാൻ ഇടവരട്ടെ. And let us use all the media we can to make this truth known to this world. ഈ ലോകത്തിന് മുമ്പാകെ ഉച്ചസ്ഥലം ഉദ്ഘോഷിക്കുവാനായി, ഈ പരമാർത്ഥം വിളംബരം ചെയ്യുവാനായി നമ്മൾ ആവത് നമുക്ക് എല്ലാ മാധ്യമങ്ങളെയും ഉപയോഗിക്കാം. We are the carriers of this great message. ഈ വലിയ സന്ദേശത്തിന്റെ ദൂതുവാഹികൾ നമ്മളാണ്. And we have to share it with other people. നാം മറ്റുള്ളവരോട് ഇത് പങ്കുവെച്ചേ മതിയാകൂ. And may the Holy Spirit help us to take up this challenge and continue the mission of God while the doors are still opened in our nation. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വലിയ പരമാർത്ഥം മറ്റുള്ളവർക്ക് മുമ്പാകെ പ്രഘോഷിക്കുവാനും അനേക രാഷ്ട്രങ്ങളുടെ വാതിലുകൾ നമുക്ക് മുമ്പേ വിശാലമായി തുറന്നു കിടക്കുന്നതുകൊണ്ട് തക്ക സമയത്ത് അത് ഉപയോഗിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഉപയോഗിക്കട്ടെ. The doors are going to be closed in India very soon. ഇന്ത്യ മഹാരാജ്യത്തിൽ സുവിശേഷത്തിന്റെ വാതിലുകൾ താമസം വിന അടയപ്പെടുവാൻ പോകുകയാണ്. It is going to be closed soon. ഇത് വളരെ താമസം വിന അടയപ്പെടുവാൻ പോകുകയാണ്. As Jesus said, the night is coming that nobody can work. യേശു കർത്താവ് പറഞ്ഞതുപോലെ ആർക്കും പ്രവർത്തിച്ചു കൂടുവാൻ കഴിയാത്ത രാത്രി വരുവാൻ പോകുന്നു. Get ready, dear brothers. പ്രിയ സഹോദരാ, തയ്യാറെടുക്കുക. Get ready, dear sisters. പ്രിയ സഹോദരി, തയ്യാറെടുക്കുക. Who knows whether we will be allowed to celebrate another Christmas next year? ആർക്കറിയാം അടുത്ത ആണ്ട് ക്രിസ്മസ് ആഘോഷിക്കുവാൻ നാം ഈ ഭൂമിയിൽ ജീവനോട് അവശേഷിക്കുമെന്ന്. Who knows whether we will have the freedom to express our faith in our own country? നമ്മുടെ സ്വന്തം രാജ്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാകുമെന്ന് എത്ര പേർക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയും? Before that night comes, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ആ രാത്രി വരുന്നതിന് മുൻപേ let us do something today. വെളിച്ചമുള്ളപ്പോൾ തന്നെ ആ പ്രവൃത്തി ചെയ്യുക. Close our eyes. നമ്മുടെ കണ്ണുകൾ അടച്ചാട്ടെ. Would you please stand in the presence of God? ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? This is a season that we have to make use the opportunity God has given to us. ദൈവം നമ്മൾക്ക് തന്ന എല്ലാ അവസരങ്ങളെയും തക്കത്തിൽ ഉപയോഗിക്കേണ്ടുന്ന ഒരു കാലയളവാണിത്. This is the season that we have to use നാം ആ അവസരങ്ങളെ ഉപയോഗിക്കേണ്ടുന്ന ഒരു കാലയളവാണ്. to show our love to other people. മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹം വെളിപ്പെടുത്തേണ്ടുന്നത്. To declare to the world that a Savior is born. ഈ ലോകത്തിൽ ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു ദൂത് വിളിച്ചു പറയേണ്ടുന്ന സന്ദർഭം. We have to use every media to declare this truth. ഈ പരമാർത്ഥം വിളിച്ചു പറയുവാനായി എല്ലാ മാധ്യമങ്ങളെയും ഒരുപോലെ ഉപയോഗിക്കേണ്ടുന്ന സന്ദർഭം. Let the world know that a Savior is born. അങ്ങനെ ലോകം ഒരു പരമാർത്ഥം തിരിച്ചറിയട്ടെ, ഈ ലോകത്തിനെ ഉദ്ധരിക്കുവാനായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. Let them know that there is hope for their life. അവരുടെ ജീവിതത്തിൽ പ്രത്യാശിക്കുവാൻ ഒരു പ്രത്യാശയുണ്ടെന്ന് അവർ അറിയട്ടെ. Let them know that there is a God who cares for them. അവർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് അവർ അറിയട്ടെ. Let them know that there is a God who loves them. അവരെ അളവറ്റ് സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവർ അറിയട്ടെ. Let them know that there is a God who is ready to intercede and intervene into their life. അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവം അവർക്ക് വേണ്ടി ഉണ്ട് എന്ന് അവർ അറിയട്ടെ. And let them know the way how we knew him in the fullest sense. Let them know about our Savior. നമ്മുടെ രക്ഷകനെ കുറിച്ച് ഉള്ള അളവിൽ അതിന്റെ മുഴുവൻ അർത്ഥത്തിൽ ലോകം അറിയുവാൻ ഇടവരട്ടെ. Our loving Heavenly Father, ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയ പിതാവേ, thank you for giving us one more opportunity to declare your love to this world. ഈ ലോകത്തോട് അങ്ങയുടെ സ്നേഹത്തെ വിളംബരം ചെയ്യുവാൻ ഒരു അവസരം കൂടി ഞങ്ങൾക്ക് തന്നതിനായി നന്ദി പറയുന്നു. Thank you for the open doors before us so that we can proclaim the goodness of God to our nation. കർത്താവേ, ഞങ്ങളുടെ രാഷ്ട്രത്തോട് ദൈവത്തിന്റെ നന്മകളെയും ദൈവത്തിന്റെ കരുണയെയും കുറിച്ച് വിളിച്ചു പറയുവാനായി ഞങ്ങളുടെ മുമ്പിൽ തുറന്നു തന്ന വാതിലുകൾക്കായി സ്തോത്രം. Thank you for the open doors ahead of us so that we can declare the mercy of God and the love and the care of God to other people. കർത്താവേ, മറ്റുള്ളവരോട് ദൈവത്തിന്റെ കരുതലിനെയും കരുണയെയും കുറിച്ച് വിളിച്ചു പറയുവാനായി ഞങ്ങളുടെ ജീവിതത്തിൽ തുറന്നു തന്ന വാതിലുകൾക്കായി സ്തോത്രം. Help us to celebrate this season Christ-centered. കർത്താവേ, ഈ ക്രിസ്മസ് കാലയളവ് ക്രിസ്തു കേന്ദ്രീകൃതമായി ആഘോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. Help us to make Christ known to somebody during this season. ഈ ക്രിസ്മസ് കാലയളവിൽ കർത്താവേ, അങ്ങയെ അറിഞ്ഞിട്ടില്ലാത്ത ചിലർ കൂടി അങ്ങയെ അറിയുവാൻ ഇടവരുമാറാകണമേ. Help us to show the care of God to somebody. കർത്താവേ, ചിലരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുന്ന ഒരു കാലയളവായി തീരട്ടെ. Help us to use every resources we have so that we can tell others about our Savior. കർത്താവേ, ഞങ്ങളെ രക്ഷിച്ച ഈ നല്ല രക്ഷകനെ കുറിച്ച് മറ്റുള്ളവരോട് വിളിച്ചു പറയുവാൻ ഞങ്ങളാൽ ആവുന്നത് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Thank you for opening our eyes this morning. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിനായി സ്തോത്രം. Thank you for challenging us to take up this mission and run with this great passion. കർത്താവേ, ഈ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിനായി അവിരാമം ഓടുവാൻ ഞങ്ങളെ വെല്ലുവിളിച്ചതിനായി സ്തോത്രം. All glory and honor and praise to you and you alone. സകല മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് മാത്രം. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ.